ഇന്ന് ലാലേട്ടൻ വരുന്നത് അനുമോളെ പൊരിക്കാനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരം ഒരു പ്രൊമോയാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അന്ന് കഴിഞ്ഞ ദിവസം രാത്രി നടന്നതല്ലേ ഫുഡിൻ്റെ പേരിലുള്ള ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് ലാലേട്ടൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. രാത്രി നടന്നൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം ഒരു സിമ്പതിയുടെ പുറത്ത് അനുമോള് ചെയ്തതാണ്. വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ഐറ്റംസും ഉണ്ട്. കടലമാവൊക്കെ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ല. 2 പാക്കറ്റ് കിട്ടി സാധാരണ അത് മുഖത്ത് തേച്ചാണ് അവർ കളയാറ്. അതുകൊണ്ടായിരിക്കാം ഒരു വിശക്കുന്ന ഒരാൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്തത്. ജിസയിലും ഇതിനു മുമ്പ് ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കടലപ്പൊടിയുടെ. രാത്രി കടലപ്പൊടി കഴിക്കുന്നതേ വയറിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്, അത് വേറൊരു കാര്യം. പക്ഷെ വിശക്കുന്നു എന്ന് അക്ബറും ആര്യനും വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ബാക്കി വന്ന മാവ് വെച്ച് അതിന് മുമ്പ് ആദിലയും നൂറയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫേവറിസം കാണിക്കുന്നു, അനുമോളുടെ സുഹൃത്തുക്കളായതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് വരും. അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാതിരുന്നത്. എന്നാൽ അക്ബറും ആര്യനും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം ബാക്കി വന്ന മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കി, 1-2 ദോശ എന്തോ ഉണ്ടാക്കി എല്ലാവരും ഇരിക്കുന്നിടത്ത് വന്ന് അനുമോൾ എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അഥവാ അവർ റൂമിലെല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ബറിൻ്റെ പാവ മോഷ്ടിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അനുമോൾക്ക് മാത്രം ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ അനുമോൾക്ക് ആ കിച്ചണിൽ നിന്ന് കഴിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അനുമോൾ അത് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വായിൽ കുറേശ്ശെ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ നൂറയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ചോദിച്ചിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ല, അക്ബറിനും ആരിനും ഉണ്ടാക്കി കൊടുത്തു. ഷാനവാസ് വരുന്നത് ഷാനവാസ് ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ ഷാനവാസിനോട് ചോദിച്ചാൽ സമ്മതിക്കില്ല, അതിനറിയാവുന്നതുകൊണ്ട് ചോദിച്ചില്ല. പക്ഷെ വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ എന്ന് കരുതി മാവ് ഉരുപ്പുണ്ട് എന്ന് കരുതിയിട്ടാണ് അനുമോൾ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു നന്മ ഇപ്പോൾ നെവിൻ ഇന്ന് ലാലേട്ടനോട് പറയുന്നുണ്ട്, നന്മമരം പൂത്തുലയുന്നു എന്നൊക്കെ. തീർച്ചയായിട്ടും നന്മമരം പൂത്തുലഞ്ഞത് തന്നെയാണ്. അനുമോൾക്ക് അത് മിണ്ടാതെ കിടന്ന് ഉറങ്ങായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരുന്ന അനുവിനെയാണ് അവർ വിളിച്ചെഴുന്നേപ്പിച്ച്, ഉറങ്ങി എന്ന് പറയുന്നില്ല, കിടന്ന അനുവിനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ടാണ് അക്ബറും ആരിനും കൂടി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തായിട്ട് ഞാൻ ലൈവിൽ കണ്ടത്. അത് കഴിച്ചു, അവർ കാല് മാറി, അത് വേറൊരു കാര്യം. ഇത് ലാലേട്ടൻ എന്താ പ്രശ്നം എന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ഷാനവാസിനോട് പറയാത്തത് തെറ്റല്ലേ? അപ്പോൾ ഷാനവാസ് വളരെ വലിയ തെറ്റാണ്. ഇതിനു മുമ്പും ക്യാപ്റ്റനോട് ചോദിക്കേണ്ട ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ വരുന്നത്. അത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. കടലമാവ് എന്ന് പറയുന്നത് ഇവർക്ക് 2 തവണ എന്തോ കിട്ടിയിട്ടുള്ളൂ. സാധാരണ ഇവർ മുഖത്ത് തേച്ച് കളയാറാണ് പതിവ്. ഇത് മുഖത്ത് തേക്കുന്നതിലും വിശക്കുന്ന ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതിന് മുമ്പ് ജിസയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ ഇതാ പൊങ്ങി വന്നിരിക്കുകയാണ്. എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുന്നു. എന്തിനാ ആദിലയും നൂറയും പറയുന്നത്, നൂറയുടെ പറയുന്നില്ല, ആദില പറയുന്നത് അനുമോൾക്ക് ചിലവർക്ക് ഉണ്ടാക്കി കൊടുക്കും, ചിലവർക്ക് ഉണ്ടാക്കി കൊടുക്കില്ല. പലരോടും പല നിലപാടാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് രാവിലെ ഒരു നിലപാട്, ഉച്ചക്കൊരു നിലപാട്, അങ്ങനെ പറഞ്ഞ് നെഗറ്റീവൊക്കെ അടുപ്പിക്കുന്നുണ്ട് അത്യാവശ്യം. ലാലേട്ടൻ ഈ കാര്യങ്ങളൊക്കെ അനുമോട് ചൂണ്ടിക്കാട്ടി കൊടുക്കുകയാണ്. അനുമോളുടെ കൂടെയുള്ളവർ ആരും അനുമോളോട് സിൻസിയറായിട്ടല്ല നിൽക്കുന്നത്. അവരവരുടെ ഗെയിമാണ്. ലാലേട്ടൻ ഇട്ട് കൊടുത്ത ഗെയിമിൽ ഇപ്പം ആദിലയാണെങ്കിലും ഷാനവാസ് ആണെങ്കിലും കയറി അങ്ങോട്ട് പിടിച്ചു. രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒരു നിലപാടുള്ളത് ആദിലയ്ക്കൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവർ കൂടെ ഉള്ളവരെ ഇങ്ങനെ നുണ പറഞ്ഞ് പറ്റിച്ച് ചതിച്ച് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അനുമോള് ഇവരെ വിശ്വസിച്ച് നിൽക്കുകയാണ്. ആദില, നൂറ ഇവരെന്നൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ഇവരൊന്നും അനുമോളോട് സിൻസിയർ അല്ല എന്ന് ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അനുമോളുടെ മുന്നിൽ തന്നെ അതെല്ലാം തെളിയിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കി അനുമോള് കളിക്കട്ടെ. ഇനിയെങ്കിലും പലയിടങ്ങളിലും പലപ്പോഴും സെൻറ്റിമെൻസിൻ്റെ പേരിൽ അനുമോളുടെ ഗെയിം വളരെ വീക്കായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ വരുമ്പോൾ ഇങ്ങനെ ലാലേട്ടന് പറയേണ്ടി വരുന്നത്. അത് അനുമോളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കണം എന്നില്ല. അനുമോളോട് ഈ പറയുന്നത് മനസ്സിലാക്കി തന്നെ ആൾ കളിക്കട്ടെ. മനസ്സിലാക്കും, നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും കളി എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.